പത്രപ്രവർത്തനം ഇന്ന് തീർച്ചയായിട്ടും ലിബറലൈസേഷൻ മാനസികാവസ്ഥയിലുള്ളതാണ്. സെയിൽസ് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ വേദിയിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളാണ് കണ്ടന്റ് തീരുമാനിക്കുന്നത് എന്നവർ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പരസ്യം തന്നാൽ നിങ്ങൾക്കെതിരായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. ആ രീതിയിലേക്ക് നമ്മുടെ പത്രപ്രവർത്തനം മാറിയിരിക്കുന്നു. ഉദാരവൽക്കരണ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പടപൊരുതുന്ന മാധ്യമങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന അവസരത്തിൽ സെബാസ്റ്റ്യൻ പോൾ സാറിനോട് ഞാൻ ചോദിച്ചു ഒരു സംശയം. എനിക്ക് കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന ഒരു സംശയം. അദ്ദേഹത്തെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനോട് ചോദിച്ച് അത് മനസ്സിലാക്കാം എന്ന് ഞാൻ കരുതി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എല്ലാവരും സംസാരിക്കുന്നയാളാണ്. എല്ലാവരും അദ്ദേഹത്തെ പറ്റി സംസാരിക്കും. ജനാധിപത്യത്തിന് വേണ്ടി അദ്ദേഹം പോരാടി. പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത് ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമ അത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണയില്ലായിരുന്നു എങ്കിൽ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന് ഈ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത്, സെബാസ്റ്റ്യൻ പോൾ സാറ് പറഞ്ഞത്, നേരത്തെ ഉണ്ടായിരുന്ന പത്രാധിപര് ആ തലത്തിലേക്ക് ഉയരാത്തത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ വക്കം അബ്ദുൾ ഖാദർ മൗലവി നിയമിക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ പത്രപ്രവർത്തനത്തിന്റെ ആദ്യത്തെ അക്ഷരം പഠിപ്പിക്കുന്ന അവസരത്തിൽ പറയുന്ന പേരാണ് സ്വദേശാഭിമാനി. ഇന്ന് നേരെ തിരിച്ചല്ലേ. മുമ്പേ പറഞ്ഞ കണ്ടന്റ് ഫീൽഡിലുള്ള പത്രപ്രവർത്തകൻ എല്ലാ കാര്യവും എഴുതി കൊടുത്താലും മാധ്യമങ്ങളിലേക്ക് ചാനലുകളിലേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ചാനൽ മുതലാളിമാരുടെ ഭാഷയിൽ പറഞ്ഞാല് ശമ്പളം തരാൻ പറ്റില്ല, പരസ്യം കിട്ടിയില്ലെങ്കിൽ ശമ്പളം തരാൻ സാധിക്കില്ല എന്ന് പരസ്യമായിട്ട് ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ആ മുതലാളിമാര് ആ കണ്ടന്റ് വെട്ടിമാറ്റിയിട്ട് സെയിൽസുകാരന്റെ കണ്ടന്റ് കൊടുക്കുന്ന കാലഘട്ടത്തില് നാരായൺജിയെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഇന്നും സമൂഹത്തിന് ഇന്നതല്ലേ ആവശ്യം. ഇതുപോലെയുള്ള അർപ്പണബുദ്ധിയുള്ള രാജ്യസ്നേഹമുള്ള രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ പത്രപ്രവർത്തന രീതി അത് നമുക്ക് നിലനിർത്തേണ്ടിയിരിക്കുന്നു.